ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ വർക്കല ഉള്ള വിപാ ട്രേഡേഴ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പുത്തൻചന്തയിൽ നമ്മുടെ സെൻ ഇൻ്റർനാഷണലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കേക്കിൻ്റെ എല്ലാ റോ മെറ്റീരിയൽസ്, അതുപോലെ ഡയറി പ്രോഡക്ട്സ്, whipping ക്രീം, സോസസ്, സ്ക്വാഷ് സിറപ്പ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, ക്രോക്കറി, കട്ട്ലറി, എല്ലാ സാധനങ്ങളും, ഗിഫ്റ്റ് ഹാമ്പർ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഫസ്റ്റിൽ തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു ക്യാമറി ഐസ്ക്രീമിൻ്റെ ഫ്രീസറാണ്. എല്ലാ ഫ്ലേവറിലുള്ള ഐസ്ക്രീംസും ഉണ്ട്. പിന്നെ അരുൺ ഐസ്ക്രീംസ് ആണ്, അതും ഈ പറഞ്ഞതുപോലെ എല്ലാ ഫ്ലേവറിൽ ഉണ്ട്. അതുപോലെ ഫാമിലി പാക്കറ്റും എല്ലാം ഉണ്ട്. പിന്നെ ഓട്സ്, അതുപോലെ ചിയ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ് എല്ലാം ഉണ്ട്. അതൊക്കെ ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും തൂക്കി തരും. പിന്നെ നട്ട്സ്, കാഷ്യൂ നട്ട്, വാൾനട്ട്, ആൽമണ്ട്സ്, അതുപോലെ എല്ലാ ടൈപ്പ് നട്ട്സും നമ്മൾക്ക് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓണർ. ഇപ്പോൾ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു 6 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടിയാണ് ഷോപ്പ് മാനേജ് ചെയ്യുന്നത്. ചോക്ലേറ്റ്സ് ഒക്കെ എല്ലാ ടൈപ്പ് ചോക്ലേറ്റ്സും ഉണ്ട്. വേഫർ ബാൾസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ കുഞ്ഞു പാക്കറ്റാണ്. ഇതിൻ്റെ വലുതും ഉണ്ട്. ഇത് റൈസ് ബോൾസ് ആണ്. പിന്നെ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് റാഗി പൗഡർ, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ പൊടികളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കേക്ക് മോൾഡാണ്. നമ്മുടെ പ്ലം കേക്കിൻ്റെ പേപ്പറിൻ്റെ മോൾഡാണ്. പിന്നെ ഇതൊക്കെ കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. എല്ലാ കളേഴ്സും ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പ് കേക്ക് മോൾഡ്സ് ആണ്. അതുപോലെ വൈറ്റ് കോംബോ ഉണ്ട്, ഡാർക്ക് കോംബോ ഉണ്ട്, സൺഫ്ലവർ ഓയിൽ, അതൊക്കെ കുഞ്ഞ് പാക്കറ്റ് മുതൽ വലിയ ക്യാൻ വരെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് എഡിബിൾ മാർക്കറാണ്. അപ്പോൾ ഇതിന് 185 എന്തോ ആണ് റേറ്റ് വരുന്നത്. പിന്നെ ക്യാൻഡിൽസ്, നമ്പേഴ്സ് വെച്ചിട്ടുള്ള ക്യാൻഡിൽസ്, പിന്നെ കളർ സ്പ്ലാഷ്, അതായത് കേക്കിൽ സ്പ്രേ ചെയ്യുന്ന കളർ സ്പ്ലാഷ് ഉണ്ടല്ലോ അത്. പിന്നെ മൈദ, കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ മൈദ. പിന്നെ ബർത്ത്ഡേ ക്യാപ്സ്, ഇതൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ വെക്കുന്ന ടൈപ്പ്, വലിയവർക്കും വെക്കാം. പിന്നെ മെഷറിംഗ് സ്പൂൺസ് ഉണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മെഷറിംഗ് സ്പൂൺസ് ആണ്. അതുപോലെ വിസ്ക് ഉണ്ട്. ദെൻ ഫോം ഷീറ്റ്സ്, ഇതൊക്കെ പാർട്ടി പോപ്പർ. പിന്നെ ബേക്കിംഗ് എക്യുപ്മെൻറ്റ്സ്, നൈഫ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഐസിങ് ഷുഗേഴ്സിൻ്റെ പാക്കറ്റ്, ഐസിങ് ഷുഗർ പൗഡറാണിത്. ഇതൊക്കെ നമ്മൾ കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇടുന്ന കുഞ്ഞ് ചിപ്സ് പോലത്തെ ഐറ്റംസ്, ഷുഗർ ചിപ്സ്. പിന്നെ അതേ ജാതിക്ക, അതുപോലെ വാൾനട്ട്, പിസ്ത, അങ്ങനെ എല്ലാ നട്ട്സും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൂക്കി മേടിക്കാൻ പറ്റും. ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ഇതൊക്കെ സ്ട്രോ സ്റ്റിക്ക്, പോപ്സിക്കിൾ സ്റ്റിക്ക് അല്ലാത്ത മറ്റേ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സ്, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ അനുസരിച്ച് നമുക്ക്
ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പാക്കിംഗ് കവേഴ്സ് ഇതൊക്കെ 100 പീസ് പെർ പാക്കറ്റ് ആണ്. പക്ഷെ നമുക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എത്ര നമ്പേഴ്സാണ് നമുക്ക് വേണ്ടതെങ്കിൽ പോലും ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ചെറിയ പാക്കിംഗ് ടിൻസ്. ഇത് ഡ്രീം കേക്കിന്റെ ബോക്സ് ആണ്. ഞാൻ ഈ ഗോൾഡ് കളറാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ റെഡ് കളർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗോൾഡ് കളറും ഉണ്ട്. അത് എല്ലാ തൂക്കത്തിൽ ഉള്ള ഇതും ഉണ്ട്. പിന്നെ കേക്ക് മോൾഡ് അത് എല്ലാ ഷേപ്സിലും അവൈലബിൾ ആണ്. ഈ ഹാർട്ടിന്റെ മോൾഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഹാർട്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും റെക്റ്റാങ്കിൾ റൗണ്ട് അതെല്ലാം ഉണ്ട്. ഇതൊക്കെ മിക്സിംഗ് ബൗൾസ് ആണ്. മോൾഡ് എല്ലാ സൈസിലുള്ളതും അവൈലബിൾ ആണ്. കുഞ്ഞു കേക്ക് മുതൽ വലിയ കേക്ക് വരെയുള്ള, അതുപോലെ ബ്രെഡ് മോൾഡ്. ഇതൊക്കെ പാക്കിംഗ് കവേഴ്സ് ആണ് കേട്ടോ. കേക്കിന്റെ പാക്കിംഗ് കവറും അല്ലാത്ത പാക്കിംഗ് കവറും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഈ കുഞ്ഞി പിള്ളേരുടെ കേക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ വെക്കുന്ന ബാറ്റ്മാൻ, സ്പൈഡർമാൻ അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, കുക്കി കട്ടേഴ്സ്. ഇതൊക്കെ സാറ്റിൻ റിബൺസ് ആണ്. നമ്മൾ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സാറ്റിൻ റിബൺസ്. അതുപോലെ ഏജിൻ്റെ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ബലൂൺസ് ടൈപ്പ് ഏജിൻ്റെ ബലൂൺ. പിന്നെ ഇത് നമ്മൾ കേക്കിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനമാണ് ഹാർട്ട് ഷേപ്പിൽ. പിന്നെ ഡോൾ കേക്കിന് വെക്കുന്ന ഈ ഡോൾസ്, അതുപോലെ ഫ്ലവേഴ്സ്. ഇത് എല്ലാ സൈസിലും ഉണ്ട് ഫ്ലവേഴ്സ്. ഏറ്റവും കുഞ്ഞു മുതൽ ഏറ്റവും വലുത് വരെ ഉണ്ട്. അപ്പോൾ സൈസിനനുസരിച്ച് അതിൻ്റെ റേറ്റിലും ഡിഫറൻസ് വരും. ഇത് ഫാബ്രിക് ആണ്. ഇത് ഒരു നെറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ്. പിന്നെ ഇത് ഗിഫ്റ്റ് ബോക്സ് ആണ്. ഗോൾഡ് കളറിൽ വരുന്ന ഗിഫ്റ്റ് ബോക്സ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ തന്നെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ സൈസസിലും അവൈലബിൾ ആണ്. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. പിന്നെ കേക്ക് ബോർഡ് കുഞ്ഞത് മുതൽ വലുത് വരെ ഉണ്ട്. എത്ര നമ്പേഴ്സ് വേണമെങ്കിലും അവൈലബിൾ ആണ്. റൗണ്ട് ഷേപ്പും അതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ് എല്ലാം ഉണ്ട്. ഇതൊക്കെ റെക്റ്റാങ്കിൾ ഷേപ്പാണ്. വലിയ കേക്കിനുള്ളതാണ്. ഇതും പാക്കിംഗ് കവേഴ്സ് തന്നെയാണ്. പേപ്പർ ബാഗ്സ്. ഇത് ഫുഡൊക്കെ പാക്ക് ചെയ്യുന്ന ടൈപ്പ് കവർ. അതുപോലെ പേപ്പർ കപ്സ്, ടിഷ്യൂ. ഇതൊക്കെ കുഞ്ഞ് പാക്കിംഗ് ടിന്നുകളാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇതൊക്കെ ഗിഫ്റ്റ് ബോക്സസ് ആണ് കേട്ടോ. എല്ലാ കളേഴ്സും ഉണ്ട്. സ്ക്വയർ, റൗണ്ട്, അതുപോലെ ഹാർട്ട് ഷേപ്പ്, റെക്റ്റാങ്കിൾ എല്ലാ കളേഴ്സും ഉണ്ട്. എന്തു ഭംഗിയാണ് കാണാനല്ലേ. ഗിഫ്റ്റ് ബോക്സസ് ആണ്. ഇതൊക്കെ ഞാൻ റീൽസിൽ കണ്ടിട്ടുള്ള സാധനമാണ്, ഇതുപോലത്തെ ഗിഫ്റ്റ് ബോക്സസ്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് തന്നെ എല്ലാ സൈസിലും, റൗണ്ട് തന്നെ ചെറുതും വലുതും അതുപോലെ എല്ലാ ഷേപ്പിലുള്ളതും പല സൈസസിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സാധനം, ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ ഗിഫ്റ്റ് ഹാമ്പർ പോലത്തെ സാധനം, മറ്റേ ബ്രൈഡ്സിന് കൊടുക്കുന്ന ടൈപ്പ്
സംഭവം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. സംഭവം അടിപൊളിയാണ്. ഇത് എല്ലാ ഷേപ്സിലും ഉണ്ട്. റൗണ്ടും അതുപോലെ റെക്റ്റാങ്കിളും സ്ക്വയറും എല്ലാം ഉണ്ട്. ഇതും ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് സാധനമാണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ബോക്സസ്, ഇത് ഫ്ലവേഴ്സ് എല്ലാ കളേഴ്സും ഉണ്ട്. അതുപോലെ ഇത് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടാണ്. ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ഗിഫ്റ്റ് ബോക്സ്. ഹാർട്ടും ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ റെഡ് മാത്രമല്ല, ലാവൻഡർ കളറ്, അതുപോലെ ബ്ലാക്ക്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഇനി ഇതൊക്കെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. അത് എല്ലാ സൈസിലുള്ള ഫോട്ടോ ഫ്രെയിംസും ഉണ്ട്. നമുക്ക് കേക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ബേക്കിങ്ങിന് വേണ്ടിയുള്ളത് മാത്രമല്ല, നമുക്ക് ഒരു അത്യാവശ്യം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഷോപ്പ്. ഇതൊക്കെ നമ്മളെ ക്രഷേഴ്സ്, ഗ്രീൻ ലൈം, മൊജിറ്റോ, അതിൻ്റെയൊക്കെ ക്രഷേഴ്സ്, പിന്നെ അതുപോലെ ചോക്ലേറ്റ് സിറപ്പ്, മാംഗോ ക്രഷ്, വാട്ടർമെലൺ ക്രഷ്, റോസ് സിറപ്പ്, ബ്ലാക്ക് കറന്റ്, ബട്ടർ സ്കോച്ച്, ആപ്പിൾ, കിവി, ഓറഞ്ച്, ബനാന, ഗ്രേപ്സ്, എല്ലാത്തിൻ്റെയും ഫ്രൂട്ട് ക്രഷസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് വർക്കലയാണ്. അപ്പം ട്രിവാൻഡ്രം, കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ്. അതുപോലെ അഫോർഡബിൾ റേറ്റിൽ പർച്ചേസ് ചെയ്യാനും പറ്റും. കാരണം ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിലുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം അഫോർഡബിളായിട്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഷോപ്പ്. അത്യാവശ്യം വലിയ ഷോപ്പാണ്. ബേക്കിങ്ങിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ഇപ്പം ഇവിടെ കയറിയിട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു ഷോപ്പിലേക്ക് പോവാം എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വരണം. ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വലിയ ഷോപ്പ് വീപ്പ ട്രേഡേഴ്സിൽ ഉള്ളത്. ഒരിക്കലെങ്കിലും വന്നിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യണം.